നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസമാനാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സി ബാൻഡ് ഡിഷാണ്. സി ബാൻഡ് ഡിഷിൽ ജാംസിൻ്റെ ഡിഷ്, ജാംസ് എന്ന ബ്രാൻഡിലുള്ള സി ബാൻഡ് ഡിഷ് 8 ഫീറ്റ്, 10 ഫീറ്റ്, 12 ഫീറ്റ് അങ്ങനെ പല അളവുകളിലുണ്ട്. അപ്പോൾ ഈ സി ബാൻഡ് ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, കാരണം ജാംസിൻ്റെ ഡിഷ് സെറ്റ് ചെയ്യൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ചില മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റുകൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മാക്സിമം സിഗ്നൽ ചെയ്യാൻ കഴിയുള്ളൂ, പിടിക്കാൻ കഴിയുള്ളൂ. അപ്പം ആ ഒരു ഡിഷ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ സഹിതം കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ പിക്ചർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ സ്റ്റാൻഡ് ഉറപ്പിച്ച് വെച്ച ശേഷം അതിൽ റിബ് ടൈറ്റ് ചെയ്ത് വെച്ചൊരു പിക്ചറാണ് കാണുന്നത്. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു പിക്ചറാണ്. നമുക്ക് മറ്റൊരു പിക്ചർ നോക്കാം. ജാംസ് ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിബ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമാണ് അതിൻ്റെ ഷീറ്റ്. ഓരോ റിബിലും സെറ്റ് ചെയ്യേണ്ട 18 ആണെങ്കിൽ അത്രയും റിബിൽ സെറ്റ് ചെയ്യേണ്ട ഷീറ്റിൽ ജാംസ് എന്ന പേരിൽ എഴുതിയിട്ടുള്ള ഷീറ്റുകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ശേഷം ബാക്കി ഷീറ്റുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജാംസ് എന്ന പേര് ലെവലാക്കിയിട്ട് ഷീറ്റ് അടിക്കുക എന്നുള്ളതാണ്. ഷീറ്റ് അടിക്കേണ്ടത് കെട്ടുകമ്പി വെച്ചിട്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പൂർണ്ണമായൊരു പിക്ചറാണ്. നമ്മൾ ഡിഷ് സെറ്റ് ചെയ്ത ശേഷം ഫുൾ സെറ്റ് ചെയ്ത ശേഷം ഉണ്ടാകുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇത് ജാംസിൻ്റെ ഡിഷിൽ 2 LMB മൾട്ടി LMB ക്ലാമ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ അടിവശത്തു നിന്നുള്ള ഒരു ഫോട്ടോയാണ്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ റിബും സെറ്റ് ചെയ്ത ശേഷം അതിനകത്ത് വന്നിരിക്കുന്ന സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ക്ലാമ്പിൽ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോന്നിനും വാഷർ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നത് കാണാം. ചിലരൊന്നും വാഷർ സെറ്റ് ചെയ്യാറില്ല. വാഷർ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വാഷർ ഉണ്ടെങ്കിലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൈറ്റിങ് നടക്കുകയുള്ളൂ. ഇതിനകത്ത് കോപ്പറിൻ്റെ കമ്പി വെച്ചിട്ട് ഷീറ്റ് റിബിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ആ ഒരു രൂപം ഈ ഒരു പിക്ചറിൽ കാണാം. പിന്നെ അതിൻ്റെ സ്റ്റാൻഡാണ്. പിന്നെ അതിൻ്റെ എലവേഷൻ നിർണ്ണയിക്കുന്ന സ്ക്രൂ എലമെൻറ്റ് കാണാം. അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിഷിൻ്റെ എലവേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് അതിൻ്റെ മറ്റൊരു പിക്ചറാണ്. കറക്റ്റായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ LMBക്ക് വേണ്ടി സെറ്റ് ചെയ്യേണ്ട ഭാഗത്ത് റിബിലേക്ക് അടയാളം ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ റിബിൻ്റെ തലക്കിൽ ഒരു ഹോളുണ്ടാവും. ആ ഹോളിലാണ് LMBയിലേക്ക് പോകേണ്ട ഈ ഒരു കമ്പി LMBയിലേക്ക് സെറ്റ് ചെയ്യേണ്ട ഈ ഒരു ദണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ്. ജാംസിൻ്റെ 2 ഡിഷ് മൾട്ടി ക്ലാമ്പ് ചെയ്തതും സിംഗിൾ ക്ലാമ്പ് ചെയ്യുന്നതും. ജാംസിൻ്റെ ഡിഷിൽ മൾട്ടി ക്ലാമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് ചെയ്തിരിക്കുന്ന 1, 2, 3, 4 LMBകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാറ്റേൺ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ പൊസിഷൻ അനുസരിച്ചായിരിക്കും ഡിഷയിലും അതേ ഡിഗ്രിയിൽ LMBകൾ സെറ്റ് ആവുക എന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോയിൽ മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് മൾട്ടി ക്ലാമ്പ് ചെയ്യാനും ജാംസ് ഡിഷ് ഉഷാറാണ്. ഇത് മറ്റൊരു മൾട്ടി ക്ലാമ്പിൻ്റെ ചിത്രമാണ്. ഇത് ഡിഷിൻ്റെ അടിവശം, അതായത് നമ്മൾ റിബ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കാല് സെറ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ഒരു പിക്ചറാണിത്. ഇത് നോക്കാം. നമുക്ക് 4 വശത്തായിട്ട് 2 ഇഞ്ചോളം വരുന്ന 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 4 ഇഞ്ചൊക്കെ പല സൈസുകളിലാണ് സ്ക്രൂ വരുന്നത്. ഏതൊക്കെ ഈ നീളത്തിലും വീതിയിലുമുള്ള സ്ക്രൂകൾ എവിടെയൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഈ ഒരു പിക്ചർ കൊണ്ട് നമ്മളെ സഹായിക്കുന്നത്. മൾട്ടി ക്ലാമ്പിൻ്റെ മറ്റൊരു രൂപം LMB സെറ്റ് ചെയ്യാതെ ഡിഷ് സെറ്റ് ചെയ്ത ഒരു രൂപമാണ്. LMB ഹോൾഡർ ഫ്രീ ആണ്, ഇവിടെ LMB സെറ്റ് ചെയ്യുന്നു. ഇത് LMB സെറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ റിബ് സെറ്റ് ചെയ്യുമ്പോൾ 2 പാളികളായിട്ടാണ് രണ്ട് പാളികൾക്കിടയിലാണ് നമ്മൾ റിബ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ പാളിയും മുകളിലത്തെ പാളിയും 2 പാളികൾക്കിടയിൽ LMBക്ക് വെക്കേണ്ട LMB സെറ്റ് ചെയ്യേണ്ട റിബിൽ ഒരു സ്പെഷ്യൽ ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു റിബ് ഇവർ കാണിക്കുന്ന ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം. അവിടെ ആ ആരോ മാർക്കിൽ തന്നെ ആ LMB സെറ്റ് ചെയ്യേണ്ട റിബ് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിബേലും നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ LMBയിലേക്ക് പോകേണ്ട ദണ്ട് കുത്തി വെക്കേണ്ട ഒരു ഹോളും ആ LMBയുടെ ആ റിബിൽ ഉണ്ടാവും. ആ റിബ് ഈ ഒരു ബേസിൽ സെറ്റ് ചെയ്യുമ്പോൾ ഈ ബേസിലുള്ള ആരോയിൽ തന്നെ എന്ത് ചെയ്യുക, റിബ് കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്തിട്ട് മുകളിലത്തെ പാളി വെച്ച് ടൈറ്റ് ചെയ്യുക. അതാണ് ഈ ഒരു ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് LMB ഹോൾഡറാണ്. പലതരം LMB ഹോൾഡറുകളുണ്ട്. ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു LMB ഹോൾഡറാണ്, നല്ല ക്വാളിറ്റിയുള്ള. ഇതാണ് ജാംസ് ഡിഷിൻ്റെ സ്റ്റാൻഡ് വരുന്നത്.
സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. എലവേഷനും അസിമുത്തും നമ്മൾ ഈ സ്റ്റാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എലവേഷനും അസിമുത്തും വളരെ ഈസി ആയിട്ട് പ്രയാസമില്ലാതെ നമുക്ക് എലവേഷൻ അസിമുത്തൊക്കെ ചേഞ്ച് ചെയ്യാൻ ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതോടുകൂടി ആ എലവേഷൻ അനങ്ങാതെ അവിടെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ പ്രത്യേകത. ജാംസ് ഡിഷിൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് റിബ് ടൈറ്റ് ചെയ്യാൻ LMBക്ക് വെക്കുന്ന റിബിൽ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാവുക. ഈ ഒരു പൊസിഷൻ നമ്മൾ ലെവലാക്കി വെച്ച ശേഷം മുകളിൽ റിബ് വെച്ച് അതിന് മുമ്പ് വേറെ പാളി വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ടൈറ്റ് ചെയ്യാൻ റിബ്. ഓക്കെ, ഉണ്ടാവും. ഇത് നമുക്ക് കിട്ടിയ പാക്കേജിൻ്റെ ഫോട്ടോയാണ്. അതായത് നമുക്ക് ഇത് കൊറിയറായിട്ടാണ് നമുക്ക് അയച്ചു തരാം. കൊറിയറായിട്ട് ഇങ്ങനെ 2 പാക്കേജായിട്ടാണ് റിബും ഷീറ്റും ഒക്കെ നമുക്ക് അയച്ചു തരാം. ഏകദേശം ഒരു 30 കിലോ 40 കിലോ 35 കിലോ ഒക്കെ വരെ ഉണ്ടാവും. അതായത് സിറ്റികളിൽ അവർ കൊറിയറായിട്ട് സർവീസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് പാക്കേജ് ഉണ്ടാവുക. M1 M2 2 പാക്കേജിലായിട്ടാണ് ഈ ഒരു റിബ്. ഏകദേശം ഒരു 10,000 മുകളിലോളം പല റേറ്റിംഗ് ആണ് കൊറിയർ ചാർജ് വരുന്നുണ്ട്. സ്റ്റാൻഡിൽ ഇങ്ങനെ 2 കല്ല് വെച്ചാൽ മതിയാകും എന്നാണ് അവർ പറയുന്നത്. എങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റാൻഡ് നീളം കൂട്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം, കമ്പുകളും കല്ലുകളൊക്കെ കയറ്റി വെക്കാം. സ്റ്റാൻഡ് കാറ്റ് പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് എക്സാമ്പിൾ FD റേഷ്യോ. നമ്മുടെ LMBക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫോക്കൽ പോയിന്റിൽ കറക്റ്റായിട്ട് LMBക്ക് ഉള്ളിലോട്ട് ഫോക്കസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, FD റേഷ്യോ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പല സാറ്റലൈറ്റിനും FD റേഷ്യോ വ്യത്യാസം ഉണ്ടാവും. ഓരോ സാറ്റലൈറ്റ് FD റേഷ്യോ എന്താണ്, അതായത് ഉള്ളോട്ടും പുറകോട്ടും LMBക്ക് തള്ളിയും ഇറക്കിയും കയറ്റിയും വെക്കുന്നു, ഉള്ളോട്ടും പിന്നോട്ടും. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, LMB കറക്റ്റായിട്ട് നമ്മുടെ സിഗ്നൽ എന്ത് ചെയ്യും, ഈ LMBക്ക് ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്യും സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ. അപ്പം FD റേഷ്യോ എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ സാറ്റലൈറ്റിന് 36 ആണെങ്കിൽ ആ 36 ഇരിക്കുന്നത് LMB വെക്കുന്ന ആ ഒരു ഹോൾഡറിൽ LMB ഇരിക്കുന്ന ആ ഒരു പോയിന്റിൽ എവിടെയാണ് 36, എങ്ങനെയാണ് ആ LMB സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ ഫോട്ടോ കാണിക്കുന്നത്. ഇതാണ് നെറ്റ് ആൻഡ് ബോൾട്ടിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു, റിബിൽ LMB റിബാണ് ആദ്യം നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. അതായത് ആരോ നോക്കിയിട്ട് നമ്മൾ അതായത് പൊസിഷനിൽ LMB റിബ് സെറ്റ് ചെയ്യാം. LMB റിബിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഹോള് കാണാം. ഈ ഹോളിലാണ് നമുക്ക് ഇവിടെ ഒരു ഹോള് കാണാം. ഓരോ LMBക്കും ഉണ്ടോ, ഇവിടെ ഒരു ഹോള് കാണാം. ഈ ഹോളാണ് നമ്മൾ എന്ത് ചെയ്യുക, LMBയിലേക്ക് പോകേണ്ട 2 കുത്തി വെക്കുന്നത്. ട്രൈ ടു മാച്ച് ജോയിൻറ്റ് വിത്ത് റിങ്ങുമായിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് നമ്മുടെ റിബും അതിൻ്റെ മാച്ചായിട്ട് വേണം നമ്മുടെ റിങ് വരാൻ. റിബിലോട്ട് സൈഡ് റിങ് റിബിലോട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ചേർന്നിരിക്കണം എന്നാണ് പറയുന്നത്. അതിനായിട്ട് എന്ത് നമ്മൾ ചെയ്യേണ്ടത്, ചേർന്നത് കറക്റ്റ് ഫിനിഷിംഗ് ആണ്. ഈ ഒരു ഫിനിഷിംഗ് വേണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ക്ലാമ്പ്, L ക്ലാമ്പ് ഉണ്ട്. ഈ L ക്ലാമ്പ് കറക്റ്റായിട്ടെങ്കിൽ ഈ ഒരു ജോയിൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ ജോയിൻറ്റ് ഇല്ലാതെ, അതായത് വിടവില്ലാതെ എന്ത് ചെയ്യുക, മാച്ചായിട്ടിരിക്കുള്ളൂ റിങ് റിബുമായിട്ട്. അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എന്ത് ചെയ്യുക, ഈ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വാഷർ ഡോണ്ട് ടൈറ്റ് ടു മാച്ച്. അതായത് ഇവിടെയുള്ള ഈ ഒരു വാഷർ, ഇവിടെ ഈ റിങ്ങിലേക്ക് വന്ന ഇവിടെ ഈ ഒരു സ്ക്രൂവിൻ്റെ ഇടയിലുള്ള വാഷർ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുക. അന്നത്തെ എന്ത് ചെയ്യുക, കുഴിഞ്ഞു പോകും. അങ്ങനെ ഓവറായിട്ട് ചെയ്ത് അലുമിനിയമാണ്, അത് ഓവറായിട്ട് ടൈറ്റ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ കറക്റ്റായിട്ട് ജോയിൻ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഈ പോയിന്റിൽ ഞാനിവിടെ പിടിക്കുന്നുണ്ട്, അവിടെ ഉള്ള അടുപ്പിക്കൽ പോലെ ഈ സൈഡിലും അടുത്തിരിക്കണം നിങ്ങളുടെ റിങ്ങുമായിട്ട് എന്നാണ് അവർ പറയുന്നത്. ഈ സൈഡിൽ ടൈറ്റായിട്ട് അടുത്തിരിക്കുന്നുണ്ട്, അതേപോലെ ഈ ഒരു അഗ്രത്തും എന്ത് ചെയ്യണം, അടുത്തിരിക്കണം. എന്നാലേ അതിൻ്റെ ഒരു കർവ് റെഡി ആവുകയുള്ളൂ. പരാബോളിക്ക് ഡിസൈൻ റെഡി ആയെങ്കിൽ മാത്രമാണ് സിഗ്നൽ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. സിഗ്നൽ റിഫ്ലക്റ്റ് ചെയ്യും, ബട്ട് എന്നാലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതാണ് അവർ പറയുന്നത്. ചെറിയ മൈന്യൂട്ടായിട്ട് പോയിന്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കണ്ടോ, ഇവിടെ വളരെ എന്താ പറയുക, വളരെ ഒരു വൃത്തിയായിട്ടാണ് ഇവിടെ ഈ ഒരു റിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റിബ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ റിങ്ങോട് റിങ് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് റിങ്ങുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ, റൗണ്ട് റിങ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വിടവ് കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ താഴെ ഈ ഒരു അകലത്തിലുള്ള വിടവിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ, രണ്ടും 2 അകലങ്ങളാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, സെയിം ആയിരിക്കണം, ഒരൊറ്റ അകലത്തിൽ ഒരൊറ്റ ഡിസ്റ്റൻസിൽ വേണം ടൈറ്റ് ചെയ്യാൻ എന്നാണ് അവർ പറയുന്നത്. മാക്സിമം അടുപ്പിച്ച് വെക്കാൻ ഒരൊറ്റ പ്ലേറ്റ് പോലെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരേ അകലത്തിലെങ്കിലും ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഓൾ ജോയിൻറ്റ് ഷുഡ് ബി ഈക്വൽ സ്പേസ് എന്ന് പറയുന്നത്. അതാണ് അവർ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓൾ ജോയിൻറ്റ് ഷുഡ് ബി ഈക്വൽ, അതായത് ഈക്വൽ സ്പേസിലായിരിക്കണം 2 റിങ്ങോട് റിങ് വരുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ മൈന്യൂട്ടുള്ള പോയിൻ്റാണ്. അത് ശ്രദ്ധിച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഈ ഒരു ജാംസ് ഡിഷ് സെറ്റ് ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ കൊടുത്ത പലരും അലക്ഷ്യമായി കളയുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ. ഇത് ജാംസ് ഡിഷ് ആൻറ്റിന ഇൻസ്റ്റലേഷൻ ഗൈഡാണ്. ഇതൊന്നും കാര്യമില്ല, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, വാഷർ സ്ക്രൂവും ഒക്കെ നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ അലുമിനിയം ജാംസ് ഡിഷിൽ വരുന്ന ഒരു വൃത്തികേടായിട്ടുള്ളൊരു അവസ്ഥയാണിത്. ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. നിങ്ങൾ റിങ്ങേൽ റിബ് ഒക്കെ ആണെങ്കിൽ റിങ്ങേൽ നിങ്ങളിങ്ങനെ ഓവറായിട്ട് വാഷറായിട്ട് ടൈറ്റ് ചെയ്താൽ ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഇത് കംപ്ലൈൻ്റ് ആകും കുറച്ച് കഴിയുമ്പോൾ. അതൊരു വൃത്തികേടാണ്, പൊളവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, റോങ് ഫിറ്റിംഗ് ആണ്. ഡോണ്ട് ടൈറ്റ് ടു മച്ച്. അത് അധികമായി നമ്മൾ എന്ത് ചെയ്യുക, വാഷർ ഇട്ട് ടൈറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വാഷർ ഇല്ലാതെ ടൈറ്റ് ചെയ്താലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, വാഷർ ഇട്ട് ടൈറ്റ് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുക. വാഷർ ഇടൽ നിർബന്ധമാണ്. കണ്ടോ, റോങ് ഫിറ്റിംഗ് ആണ്.
ഇത് അധികമായി ടൈറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച് ഒരു കർവിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വക്രതയിൽ വന്നിട്ടുള്ള ഒരു 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 ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ താഴത്തെ അകലവും ഈ ഇവിടെയുള്ള സ്പേസും താഴെ കാണുന്ന സ്പേസും തമ്മിൽ ഈ ഒരു സ്പേസും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. രണ്ടും അടുത്ത് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അകലങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഈക്വലാക്കി വെക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്പേസ് കാണാം. ഈ രണ്ട് സ്പേസും ഏകദേശം എന്താണ് ഈക്വലാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഓക്കെ ആണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അകലങ്ങൾ എപ്പോഴും അടുപ്പിച്ച് വെക്കുക. ഒരിക്കലും വിട്ട് രണ്ട് അകലങ്ങളുടെ സ്പേസുകൾ തമ്മിൽ ഓവറായിട്ട് അകലം പാടില്ല. ഇതും ഓക്കെയാണ്. പിന്നെ റോങ് ഫിറ്റിംഗ് ആണ്. നമ്മൾ കെട്ടുകമ്പി നമ്മൾ ഷീറ്റുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് റിബിലേക്ക് വലിച്ച് കിട്ടുമ്പോൾ കെട്ടുകമ്പി നമ്മൾ ഹോളിലൂടെ കടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റിബോർഡ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കെട്ടുകമ്പി കടത്തുന്ന ഹോളിലുമുണ്ട് ചില പ്രത്യേകതകൾ. അതാണ് ഈ ഒരു ഫോട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 കെട്ടുകമ്പി ആരോ മാർക്ക് ഇട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ 2 കെട്ടുകമ്പി ഇട്ടിരിക്കുന്ന ഹോൾ എന്തല്ല, കറക്റ്റായ ഹോളിലൂടെ അല്ല അവർ ഉള്ളോട്ട്. കാരണം വെച്ചാൽ ആ ഹോളിലൂടെ എടുത്ത് പിന്നെ ഇവിടെ ഒന്ന് വളച്ച് കൊണ്ടുവന്നിട്ടാണ് റിബിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ 2 കെട്ടുകമ്പിയും ഈ ഒരു കെട്ടുകമ്പിയും നമ്മൾ എന്ത് ചെയ്യുക, റിബുമായിട്ട് ജോയിൻ ചെയ്ത് വളച്ച് കുറച്ച് അകന്ന് നിൽക്കുന്ന ഹോളിലിട്ട് ഉള്ളോട്ട് എടുത്തിട്ട് ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെയാണ് റിബിൽ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരിക്കലും നമ്മൾ കെട്ടുകമ്പി റിബുമായിട്ട് കൂട്ടി കെട്ടുമ്പോൾ ജാംസ് ഡിഷിൽ കൂട്ടി അലുമിനിയം ഡിഷിൽ കൂട്ടി കെട്ടുമ്പോൾ ചെയ്യാതിരിക്കുക. അത് ഗെയിനിങ്ങിനെ ഒരു കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഏത് ഹോളിലിട്ട് റൈറ്റ് പൊസിഷൻ ഏതാണ് എന്നോട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഹോളിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് കെട്ടുകമ്പി ഇട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഹോൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ റിബുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഹോളാണ് ഈ ഷീറ്റിൻ്റെ ഈ ഒരു ഹോൾ. ഇത് നല്ലൊരു പൊസിഷൻ ഹോളാണ്. ഈ ഹോളിലിട്ട് എന്ത് ചെയ്യാം, കെട്ടുകമ്പി ഇട്ട് ടൈറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹോള് അതുപോലെ തന്നെ ഈ ഹോൾ ഇതിലൊക്കെ എന്ത് ചെയ്യാം, നമ്മളെന്ത് ചെയ്യുക, നമ്മൾ കെട്ടുകമ്പി ഇട്ടിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്ത് ചെയ്യുക. അതായത് കുറച്ച് അകന്ന ഈ ഒരു ഹോളിലിട്ടിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഈ ഒരു ഹോളിലിട്ടിട്ട് ഇതിലേക്ക് റിബിലോട്ട് വലിച്ച് കെട്ടരുത് എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ് പ്ലേസ് നോക്കുക കേട്ടോ. ഇതാ കറക്റ്റ് ഹോൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു പിക്ചറിൽ വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ LMB ടൈറ്റ് ചെയ്യുന്ന റിബുണ്ട്, LMB റിബ്. ആ LMB സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിബ് നമ്മൾ നേരത്തെ ആരോ മാർക്കറ്റ് നിശ്ചയിച്ചിരുന്നു. ആ റിബിലേക്ക് എന്ത് ചെയ്യുക, ഈ ഷീറ്റ് ചെറിയൊരു ഹോൾ ഇട്ടിട്ട്, കാരണം നമ്മൾ ഈ ഷീറ്റ് മുകളിൽ വെക്കുമ്പം ആ LMB വെക്കേണ്ട റിബിൻ്റെ LMBയിലേക്കുള്ള ദണ്ട് കുത്തിയിറക്കേണ്ട ഹോള് ഈ ഷീറ്റ് മുകളിലേക്ക് വിരിക്കുമ്പോൾ അടഞ്ഞു പോകും. അപ്പോൾ അതൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക എന്നാണ് ഇത് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് അച്ചടക്കത്തോട്, അതായത് ഓരോ ഓരോ ലൈന് ഗ്യാപ്പ് ഇട്ടിട്ട് കെട്ടി വെച്ചിരിക്കുന്ന രൂപമാണ്. വളരെ നല്ല വൃത്തിയിൽ ഓരോ ഗ്യാപ്പ്, ഓരോ കമ്പിയും അടുത്ത കമ്പിയായിട്ട് ഒരു നിശ്ചിത അകലം എല്ലാത്തിനും കീപ്പ് ചെയ്തുകൊണ്ട് കെട്ടിയിട്ടേക്കുന്ന ടൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത്. ഈക്വൽ സ്പേസിൽ ഇതും അത് തന്നെയാണ്. ആ ഒരു വരിയായിട്ടുള്ള വൃത്തിയിലുള്ള ആ ഒരു കെട്ടുകമ്പി ഓരോ ഡിസ്റ്റൻസിലും ഒരു കീപ്പ് ചെയ്തത്, അതായത് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് കെട്ടുകമ്പി ഇട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം വൃത്തിക്ക് ചെയ്യാമെന്ന് പറയാം. അതായത് അവിടെ കുറേ കെട്ടി പിന്നെ കുറച്ച് അടുപ്പിച്ച് കെട്ടി കുറച്ച് പിന്നെ അകത്തി കെട്ടി അങ്ങനെ ഒരു അലങ്കോലമാക്കി കെട്ടാതെ ഒരു വൃത്തിക്ക് കെട്ടുക, അത്ര തന്നെ. ഇത് അതിൻ്റെ ഒരു വേറെ രൂപമാണ്. അതിലെ ഒരു വൃത്തിക്ക് ഓരോ അടുപ്പിച്ച് അപ്പോൾ അതിനെ റിങ്ങിലേക്ക് കെട്ടുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇവിടെ കാണുന്ന റിങ്ങിലേക്ക് കെട്ടുകമ്പി വലിച്ച് കെട്ടിയിരിക്കുന്നത് ഒരു റിബ് അടുത്ത റിബുമായിട്ടുള്ള ഇടയിൽ ആ റിങ്ങിലേക്ക് ഏകദേശം ഒരു 3 കെട്ടുകമ്പി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിലിട്ടിട്ട് റിങ്ങുമായിട്ട് കൂട്ടിക്കെട്ടാം. അതാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഓക്കെ, ഈ കാണുന്നത് അത് ആദ്യമായി ജാംസ് എന്ന പേര് ക്ലിയർ ചെയ്യുക. ആ ഷീറ്റ് വെച്ചിട്ട് ഷീറ്റ് എടുത്തിട്ട് ജാംസ് എന്ന പേരിലുള്ള ഷീറ്റ് അടുപ്പിച്ച് വെച്ച് ആദ്യം കെട്ടുക എന്നാണ് ഈ ഒരു പിക്ചർ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ പ്ലീസ് ലോക്ക് വയർ ആഫ്റ്റർ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് വയർ എന്ത് ചെയ്യുക, ഇത് ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ, ഈ വട്ടത്തിലുള്ള ഫോട്ടോയിൽ കാണിച്ച പോലെ ലോക്ക് ചെയ്ത് വെക്കുക, കുറച്ചും നല്ലതാണ്. അപ്പോൾ നമ്മൾ വയർ എന്ത് ചെയ്യുക, അതായത് കെട്ടുകമ്പി വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കോപ്പർ വയർ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ആ കോപ്പർ കമ്പി ഇണച്ച് കൂട്ടിയിട്ടൊക്കെ നമ്മൾ ലോക്ക് ചെയ്യുന്നില്ലേ, ആ ഒരു നല്ലതാണ്. അതാണ് ഇതിനകത്ത് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൊച്ചു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാസം